കളഞ്ഞുപോയ മോതിരം. കൃഷ്ണദേവരായർ രത്നങ്ങൾ പതിച്ച മനോഹരമായ ഒരു മോതിരം അണിഞ്ഞിരുന്നു. ഒരു ദിവസം അത് കാണാതെ പോയി. കാവൽക്കാരാരെങ്കിലും മോഷ്ടിച്ചതായിരിക്കുമെന്ന് സംശയിച്ചു. കള്ളനെ കണ്ടുപിടിക്കാനായി രാമനെ വിളിച്ചു. രാമ, എന്റെ രത്നമോതിരം കളവ് പോയിരിക്കുന്നു. എന്റെ കാവൽക്കാരിൽ 12 പേരിൽ ആരെങ്കിലും ഒരാൾ എടുത്തു കാണുമെന്നാണ് എന്റെ സംശയം. എങ്ങനെ കണ്ടുപിടിക്കും? ഒരാശയം പറയൂ. മഹാരാജാവേ, കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അങ്ങെനിക്ക് അതിനെന്ത് സമ്മാനം തരും? നിനക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ തരാം. കള്ളനെ ആദ്യം കണ്ടുപിടിക്കൂ. രാമൻ 12 കാവൽക്കാരെയും കൊട്ടാരത്തിലുള്ള ഒരു പ്രത്യേക മുറിയിലേക്ക് വിളിച്ചു വരുത്തി. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഉള്ളിൽ ഒരു കാളി വിഗ്രഹമുണ്ട്. ഓരോരുത്തരായി ഉള്ളിൽ ചെന്ന് ദേവിയുടെ വലതുപാദത്തിൽ തൊട്ടിട്ട് വരണം. ഞങ്ങൾ എന്തിനങ്ങനെ ചെയ്യണം? നമ്മുടെ മഹാരാജാവിന്റെ രത്നമോതിരം കളവ് പോയിരിക്കുന്നു. കള്ളനെ കണ്ടുപിടിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ദേവിയുടെ വലതുപാദത്തിൽ നിങ്ങൾ എല്ലാവരും തൊട്ടാൽ എന്റെ സ്വപ്നത്തിൽ ദേവി വന്ന് മോഷ്ടാവാരാണെന്ന് പറയും. രാമനും ഓരോരുത്തരെയായി അകത്തേക്ക് അയച്ചു. അവരും കാളിദേവിയുടെ വലതുപാദത്തിൽ തൊട്ടു. അവർ പുറത്തു വന്നപ്പോൾ, നിന്റെ കൈ കാണിക്കൂ, മണത്തു നോക്കണം. രാമൻ ആദ്യത്തെ 6 കാവൽക്കാരെയും പറഞ്ഞയച്ചു. 7ാമത്തെ കാവൽക്കാരന്റെ കൈ മണത്തു നോക്കി. മഹാരാജാവേ, ഇവനാണ് കള്ളൻ. എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, രത്നമോതിരം ഞാൻ തിരികെ തന്നേക്കാം. മഹാരാജാവ് ആ കാവൽക്കാരനെ തടവിലാക്കാൻ ഉത്തരവിട്ടു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് രാമ? ദേവി നിന്റെ സ്വപ്നത്തിൽ വരുമെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതത്ര വലിയ കാര്യമല്ല മഹാരാജാവേ. ദേവിയുടെ വലതുപാദത്തിൽ ഞാനൊരു സുഗന്ധദ്രവ്യം പുരട്ടിയിരുന്നു. പാദത്തിൽ തൊട്ടവരുടെ കൈകളിൽ ആ വാസനയുണ്ടായിരുന്നു. പക്ഷേ ഇവൻ പേടിച്ചിട്ട് തൊട്ടതേയില്ല. വാസന ഇല്ലാത്തതുകൊണ്ട് ഇവനായിരിക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞതാ. അതിനുള്ളിൽ ഇവൻ സത്യം സമ്മതിക്കുകയും ചെയ്തു. കൃഷ്ണദേവരായർ രാമനെ പ്രശംസിച്ച് പറഞ്ഞതുപോലെ 100 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി.